തന്നെ പിന്നിൽ നിന്ന് കുത്തിയ മാനേജ്മെന്റിനെ ഗോഷ്ടി കാണിച്ച് പരിഹസിച്ച് തന്നെ ഘോരഘോരം തെറിവിളിച്ച് 40,000 കണ്ടങ്ങളെ നിശബ്ദമാക്കുന്നതിന്റെ ലഹരി അനുഭവിച്ച ജോജെ പെരേര ഡയസ് എന്ന അർജന്റീൻ സൂപ്പർ താരം ബംഗളൂരു എഫ് സി വിട്ട് പടിയിറങ്ങുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലൂടെയാണ് പുള്ളി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നത്. അർജന്റീൻ ക്ലബ്ബായ പ്ലേറ്റിൻസിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിനാണ് പുള്ളി ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത്. വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം തന്നെ അദ്ദേഹം ഇവാൻ ഊക്കോമനോവിച്ചിന്റെ കീഴിൽ കാഴ്ചവെച്ചു. പിന്നീട് അദ്ദേഹത്തിന് ഇവിടുത്തെ മാനേജ്മെന്റ് പിന്നിൽ നിന്ന് കുത്തിയതിനെ തുടർന്ന് അദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് പോയി അവിടെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു. സീസൺ അവസാനിപ്പിച്ച ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രഖ്യാപിത ശത്രുക്കളായി വിശേഷിപ്പിക്കപ്പെടുന്ന ബംഗളൂരുവിലെത്തി അവിടെയും ബ്ലാസ്റ്റേഴ്സിനെതിരെ വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച ജോജെ പെരേര ഡയസ് ബംഗളൂരു എഫ് സിക്കൊപ്പമുള്ള തന്റെ കാലാവധി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ബംഗളൂരു എഫ് സി ഔദ്യോഗികമായിട്ട് തന്നെ ഫെയർവെൽ പോസ്റ്റ് ജോജെ പെരേര ഡയസിന് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ വെറുത്താലും അപഹസിച്ചാലും ജോജെ പെരേര ഡയസ് എന്ന അർജന്റീൻ താരത്തിന്റെ ഉള്ളിൽ നീതിയുണ്ട്, ന്യായമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ചോരത്തിളപ്പും ചങ്കൂറ്റവും നെഞ്ചിലുള്ളത് കൊണ്ട് തന്നെ ഇവന്റെ ഒന്നും മുന്നിൽ മുട്ടുമടക്കാൻ ജോജെ പെരേര ഡയസ് തയ്യാറല്ല. ഏതായാലും ജോജെ പെരേര ഡയസ് ബംഗളൂരു എഫ് സിയുമായി കോൺട്രാക്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയ തട്ടകങ്ങൾ തേടുന്ന ജോജെ പെരേര ഡയസിന്റെ അടുത്ത ഗേഹം ഏതായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം.